മകളെ ഈ കഴിഞ്ഞ മെയ് 3-ാം തീയതി നടന്ന നീറ്റ് എൻട്രൻസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്നുള്ളതിനെക്കുറിച്ച് കുറേ വാർത്തകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ തന്നെ NTA ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. അതിൽ പറയുന്നുണ്ട് 7-ാം തീയതിയാണ്, 3-ാം തീയതി നമ്മുടെ എൻട്രൻസ് എക്സാം കഴിഞ്ഞു. 7-ാം തീയതിയിലാണ് NTA ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ കിട്ടിത്തുടങ്ങിയത്. 8-ാം തീയതി മുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴും ചില ഏജൻസീസ് ഇതിൻ്റെ കാര്യങ്ങൾ ഇൻഡിവിജ്വലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിപ്പോർട്ട് വൈകാതെ ഉണ്ടാവും. നിങ്ങൾ പാനിക് ആവാതിരിക്കുക. ആ രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് NTA ഒരു ഒഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് 10-ാം തീയതി, അതായത് ഇന്നലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറെ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഇതിൽ വേറെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാതെ പോയത്. ഇപ്പോൾ ഇതിൻ്റെ വസ്തുതയെക്കുറിച്ച് ഞാൻ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. റീനീറ്റ് ഇനി വീണ്ടും ഒരു നീറ്റ് കണ്ടക്ട് ചെയ്യുമോ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഉറപ്പായിട്ടും വീണ്ടും ഒരു നീറ്റ് എക്സാം എന്ന് പറയുന്നത് ഈ 2026 ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം 2027 ഇനി പുതിയൊരു നീറ്റ് വരാം. ആ നീറ്റ് എക്സാം ചിലപ്പോൾ ഇപ്പോൾ ഒക്കെ ഉണ്ടായതിനേക്കാൾ കുറച്ചും കൂടെ ഒരു ടഫായിട്ടുള്ള ഒരു എക്സാം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാം. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഉറപ്പായിട്ടും ഈ വർഷം നല്ല മാർക്ക് കിട്ടിയിട്ട് അത്യാവശ്യം നല്ല മാർക്കിൽ ഇരിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, എന്തായാലും നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് എന്തായാലും ഒരു റീനീറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് 99.9% ഇല്ല എന്ന് തന്നെ പറയാം. ചിലപ്പോഴൊരു 0.01% സംഭവിച്ചേക്കാം. എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് പറയാം. കാരണം 2024 നീറ്റ് എൻട്രൻസ് എക്സാമിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച ഉണ്ടായ സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ എൻട്രൻസ് മേഖലയിലുള്ള എല്ലാ ആളുകളും ചില കമ്മിറ്റികളൊക്കെ രൂപീകരിച്ചു. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ എന്താ പറയുക, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, സുപ്രീം കോടതിയിൽ വെച്ചിട്ട് ഹിയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ തന്നെ അവസാന ഫൈനൽ വിധി എന്ന് പറയുന്നത് അന്ന് ഇത് കുറച്ച് ആളുകളെ മാത്രമേ എഫക്റ്റ് ചെയ്തിട്ടുള്ളൂ, ഇത് വലിയൊരു ആളുകളിലേക്ക് മാസമായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ അറസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു നോർത്തിലൊക്കെ. എല്ലാ അവസാനം അങ്ങനെയൊക്കെ തന്നെ അങ്ങോട്ട് ഒഴിവായിട്ട് പോയി. ഒന്നും പിന്നീട് ഒരു പ്രശ്നം ഉണ്ടായില്ല. റീനീറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ ഉണ്ടാവില്ല എന്ന് തന്നെ വന്നു. കാരണം അന്നത്തെ സമയത്ത് ഒരു 90% ആളുകൾ വിചാരിച്ചിരുന്നു, 99% ആളുകൾ വിചാരിച്ചിരുന്നു റീനീറ്റ് നടക്കുമെന്ന്. പക്ഷെ നടക്കാതെ പോയില്ലേ. അതുപോലെ തന്നെ ഈ വർഷം അത്രത്തോളം വലിയ പ്രശ്നങ്ങളിലേക്കൊന്നല്ല പോകുന്നത്. അങ്ങനെയാണെങ്കിൽ റീനീറ്റ് നടക്കാനുള്ള ചാൻസ് ഇല്ല. ഞാൻ ഇനി കാര്യങ്ങളിലേക്ക് വരാം. എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയാം. അതായത് രാജസ്ഥാനിൽ സിക്കാർ പറയുന്ന സ്ഥലത്ത് ഒരു മോഡൽ പേപ്പർ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. ഓൺലൈനിലൂടെയാണ് ഇത് വിറ്റഴിക്കപ്പെട്ടത്. അതിൽ 400ഓളം ചോദ്യങ്ങളുണ്ടായിരുന്നു. ആ 400ഓളം ചോദ്യങ്ങളിൽ 140 ക്വസ്റ്റ്യൻസ്, 140 ക്വസ്റ്റ്യൻസ്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി 560 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. 720 നീറ്റ് നടക്കുന്നത്. ആ 720 നടക്കുന്ന നീറ്റിൽ 560 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അവരെ കൊടുത്തേക്കുന്ന, ദാറ്റ് മീൻസ് 140 ക്വസ്റ്റ്യൻസ് അതിലുള്ളത് തന്നെ അങ്ങനെ തന്നെ ചോദിച്ചു എന്നാണ് പറയുന്നത്. നമ്മുടെ മൊത്തം നീറ്റിൽ നമുക്കറിയാം ടോട്ടലി 180 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 140 ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ വന്നു എന്നാണ് പറയുന്നത്. 140 ക്വസ്റ്റ്യൻ അതുപോലെ വന്നു എന്ന് പറഞ്ഞാൽ 560 മാർക്ക് അങ്ങനെ കിട്ടി. ഓക്കെ, അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് മാത്രമാണ് കിട്ടാതെ പോയത്. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നു. ഇത് രാജസ്ഥാനിലെ ചുരു പറയുന്ന സ്ഥലത്തുള്ള ഒരു വിദ്യാർത്ഥി. ആ പയ്യൻ കേരളത്തിലാണ് പഠിക്കുന്നതെന്ന് പറയുന്നു. കേരളത്തിലൊരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ആ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നു. അങ്ങനെ കേരളത്തിൽ അങ്ങനെ ഒരു കുട്ടി പഠിക്കുന്നുണ്ട്. ആ രാജസ്ഥാനിയായിട്ടുള്ള ആ കുട്ടിയിലൂടെയാണ് ഈ ക്വസ്റ്റ്യൻസ് പല സ്ഥലങ്ങളിലേക്ക് ചോർന്നതെന്ന് കൂടെ പറയപ്പെടുന്നു. ആ കുട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അന്വേഷണങ്ങൾ കേരളത്തിലേക്കും കൂടെ വ്യാപിച്ചിട്ടുണ്ട്. മറ്റ് പല സ്ഥലങ്ങളിൽ രാജസ്ഥാനുമായിട്ട് ചുറ്റുവട്ടത്തിലുള്ള, നിങ്ങൾക്കറിയാം കോട്ടയിൽ ഏറ്റവും കൂടുതൽ എൻട്രൻസ് കോച്ചിങ് സ്ഥാപനമൊക്കെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കോച്ചിങ് സെൻറ്ററുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് രാജസ്ഥാനിലെ കോട്ട. ഈ കോട്ടയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ബന്ധപ്പെട്ടിട്ടും കൂടെ അന്വേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ പല സ്ഥലങ്ങളിലേക്കായിട്ട് ഈ ക്വസ്റ്റ്യൻസ് സ്പ്രെഡ് ആയി പോയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഓൺലൈനിലൂടെ, അതായത് വാട്സപ്പിലൂടെയും ടെലഗ്രാമിലൂടെയൊക്കെ തന്നെ 20,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരേക്കാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞുകൊണ്ടാണ്, മാതൃകാ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് സെല്ല് ചെയ്യപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഇതിൻ്റെ അന്വേഷണങ്ങൾ ഇപ്പോഴും കേരളത്തിലേക്ക് കൂടെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇവിടെ എന്തൊക്കെ തന്നെ വന്നാലും ഞാൻ വീണ്ടും പറയാം, ഇപ്പോഴൊരു 690 കിട്ടിയിരിക്കുന്ന കുട്ടികൾ, 700 കിട്ടിയിരിക്കുന്ന കുട്ടികൾ, ഇതിനടുത്തൊക്കെയുള്ള മാർക്കുകൾ JPCയിലെ കുട്ടികൾക്ക് ഉണ്ട് അല്ലേ. 700 അടുത്ത് നമ്മുടെ കുട്ടികൾ വന്നിട്ടുണ്ട്. നമ്മളിവിടെ ഈ വർഷം
വീണ്ടും ആദ്യത്തെ ഒരു 100-നുള്ളിൽ 4-5 കുട്ടികൾ JPS ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം കേരളത്തിൽ 7ാമത്തെ റാങ്ക് വന്ന സ്ഥാപനമാണ് JPS. അതുപോലെ തന്നെ ആദ്യത്തെ 100-ൽ 4 റാങ്കുകൾ ഉണ്ടായിരുന്നു. ഈ വർഷം അതേ റാങ്കുകളുടെ എക്സ്പെക്ടേഷനിൽ നമ്മൾ പോവാണ്. നമ്മുടെ ഇതുപോലുള്ള കുട്ടികൾ പാനിക് ആവേണ്ട ഒരു ആവശ്യമില്ല. ഇതുപോലെ തന്നെ അത്യാവശ്യം 625 മാർക്കിന് മുകളിൽ കിട്ടിയിരിക്കുന്ന കുട്ടികൾ ഇപ്പോൾ പാനിക് ആവേണ്ട സമയമല്ല. നിങ്ങൾ വെറുതെ ടെൻഷൻ ആവാൻ നിൽക്കരുത്. നിങ്ങൾ എന്തായാലും ശരി ഈ ഒരു എക്സാം വീണ്ടും നടത്തും എന്നുള്ളൊരു പ്രതീക്ഷ, അങ്ങനെ എന്താ പറയുക, അങ്ങനെ ആവുമെന്നൊക്കെ വിചാരിച്ചിട്ട് ടെൻഷൻ ആവാൻ നിൽക്കേണ്ട. എക്സാം എന്തായാലും റീനീറ്റ് എന്നുള്ളൊരു അവസ്ഥയൊന്നും തന്നെ ഉണ്ടാവുന്നില്ല. ഇനി അടുത്തൊരു കാര്യം, ഇപ്പോൾ മാർക്കിൽ കുറച്ച് കുറഞ്ഞു പോയ കുട്ടികളുണ്ടാവും ആശ്വാസത്തോടെ ഇരിക്കുന്നത്. അങ്ങനെയാണ് ഒരു നീറ്റും കൂടെ വന്നിരുന്നെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും സ്കോർ ചെയ്യായിരുന്നു. ഞാൻ വീണ്ടും പറയാം, 2024 നീറ്റിൽ നല്ലതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച ഉണ്ടായി എന്നുള്ളതിൻ്റെ എല്ലാ രീതിയിലുള്ള വ്യക്തതയുണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ NTA ഇതിനൊക്കെ കൂട്ടുനിന്നു എന്നുള്ളൊരു കാര്യവും കൂടെ നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് 720 മാർക്കിൽ 720 കിട്ടിയ കുറേ ആളുകൾ ഇന്ത്യയിൽ, ഈവൻ കേരളത്തിൽ നിന്ന് പോലും 4 പേര്. ഇത് കൂടാതെ അന്ന് 720 കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത മാർക്ക് 718 719 മാർക്ക് കിട്ടിയ കുട്ടികളുണ്ടായിരുന്നു. എങ്ങനെ 718 മാർക്ക് കിട്ടുക? ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ലെങ്കിൽ 4 മാർക്ക് പോകും. ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ട് തെറ്റിപ്പോയി കഴിഞ്ഞാൽ 5 മാർക്ക് പോകും. അപ്പോൾ 720 കഴിഞ്ഞാൽ അടുത്ത 716 715 മാർക്കുകളാണ്. അവിടെ അങ്ങനെ വരെ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം NTA കംപ്ലീറ്റ് കഴിഞ്ഞ വർഷം ആ കാര്യങ്ങളിലൊക്കെ തന്നെ ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നീറ്റ് എൻട്രൻസ് എക്സാമിന് 2 ആഴ്ച മുന്നേ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇതുപോലെ സ്പ്രെഡ് ആവാൻ തുടങ്ങിയിട്ട് 2 ദിവസം, അവസാനത്തെ 2 ദിവസങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് ആളുകളിലേക്ക് എത്തിയേക്കുന്നതെന്ന് പറയപ്പെടുന്നു. ഈവൻ നമ്മുടെ കേരളത്തിൽ പോലും ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ എത്തിയിട്ടുണ്ടോ എന്ന് സംശയിക്കപ്പെടുന്നു എന്ന് വരെ ഇന്ന് മീഡിയ ചാനൽസൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ രാജസ്ഥാനിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. അവിടെയുള്ള സ്ഥലങ്ങളിൽ അന്വേഷിച്ച് വരുന്നുണ്ട്. അവിടെ കുറച്ച് പേര് അറസ്റ്റ് ചെയ്തതായിട്ട് നമ്മൾ റിപ്പോർട്ടിൽ കാണുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ ഉള്ള പ്രസൻറ്റ് സിറ്റുവേഷൻ. ഇത് ആലോചിച്ചുകൊണ്ട് നിങ്ങളാരും പാനിക് ആവണ്ട, നിങ്ങളാരും ടെൻഷൻ ആവണ്ട. എന്തായാലും റീനീറ്റ് എന്നുള്ള സംഭവങ്ങളിലേക്കൊന്നും പോവുണ്ടാവില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ നോക്കുക. അടുത്ത വർഷത്തേക്ക് ഒരുങ്ങാൻ തയ്യാറാവുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങളിലേക്ക് പോവുക. വെറുതെ ചുമ്മാ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സമയം കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യാതിരിക്കുക. എന്തായാലും ഇതുമായിട്ട് വരുന്ന എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടെന്നാണ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.